ഇത് അവിടെ തന്നെ നിന്നോ? അന്വേഷണം ഇങ്ങോട്ട് നിൽക്കേ. അവിടെ ഇരുന്നിട്ടേ സൈത ഒരു പാട്ട് പാടാൻ പോകും. പാട്ട് പാടിയത് വെച്ചിട്ട് പാട്ട് പാടാം. നമുക്ക് ചെറുതായിട്ടേ പിന്നെ നമുക്ക് ചെറുതായിട്ട് പിന്നെ ഇതിലൊന്ന് കടക്കാൻ പറ്റും നോക്കാം. നമുക്ക് ഈ സൈഡിൽ കൂടെ കാട്ടിലേക്ക് കാട്ടിൽ കൂടെ തന്നെ. അതായത് ഇതിന് പോയി കഴിഞ്ഞാൽ ഈ ഒരു ദ്വീപ് മാത്രമേ ഉള്ളൂ. ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ കുറച്ച് ഭാഗം അങ്ങോട്ട് പോകണം. ശരി, അതിന് കുഴപ്പമില്ല. ഫോറസ്റ്റ് കൂടെ കുറച്ച് നടന്നാൽ മതി. കുഴപ്പമില്ല. അപ്പൊ അത് നടക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അതിന്റെ ഈ ദ്വീപ് കടക്കാണ്ട് ഇപ്പൊ പോവാം. നല്ല രസമായിരിക്കും. കാട്ടിൽ കൂടെയുള്ള യാത്രയല്ലേ. നോക്കാം. ഏത് ഭാഗത്തൂടെ കിടക്കാൻ പറ്റുന്നത്? കാട്ടിൽ കൂടെ അല്ല, കടക്കണത് ഇതിലെ കൂടെ തന്നെയാണ്. കടക്കല് നമ്മൾ ഈ കല്ലിൻ്റെ അടുത്ത് കൂടെ നല്ല തട്ടിച്ചടഞ്ഞ് അവിടെ വരെ കടക്കണം. കൈ പിടിച്ച് നമ്മളിപ്പോൾ കടന്നു. ഇത്ര നമ്മൾ കടക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. കുറച്ച് നമ്മൾ എളുപ്പമാക്കാം. നമ്മൾ പിന്നെ ഫോറസ്റ്റിൽ കൂടെ ഉള്ള ഒരു യാത്ര ഒരു കുറച്ച് അങ്ങോട്ട് ഉണ്ടെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. 1 കിലോമീറ്റർ ഒരു കുറച്ചെന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും ഉണ്ടല്ലോ, നമ്മൾ ഇത്ര റിസ്ക് പിടിക്കേണ്ടതില്ല ഇതിന് പോവുകയാണെങ്കിൽ. ലേശം അങ്ങ് നടക്കണമെന്നുള്ളൂ. കുഴപ്പമില്ല. അപ്പം നമ്മൾ ഈ കല്ല് ചാട്ടമൊക്കെ ഒന്ന് നിന്ന് പോകും. ശരി, അതല്ല ഭക്ഷണം ഇപ്പൊ പറഞ്ഞിട്ടില്ലേ, ആ പറഞ്ഞത് താടാം. എന്നിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോ നമ്മള് ഇവിടുന്ന് ചങ്ങടത്തിലേക്ക് പോരാ. കുറച്ച് റിസ്ക് എടുത്തിട്ട് കാട്ടിൽ കൂടെ പോകാന്നാ പറയണേ. റിസ്ക് എടുത്തിട്ടാ? ഡെൻസ് ഫോറസ്റ്റ് ആണ്. കുറച്ച് ഇത്തിരി നടക്കണമെന്നുള്ളൂ, വേറെ കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് കൂടുതൽ നടക്കണം. പക്ഷെ ഈ കല്ലിന്റെ മുകളിൽ കൂടെയുള്ള പോക്ക് നമുക്ക് ഒഴിവാക്കാൻ പോകണം. അട്ടയും കുട്ടയൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനത്തെ ഒരു സാധനമില്ല. ഉറുമ്പ് കടിക്കാണ്ട് നോക്കിയത് വേറെ ഒരു കുഴപ്പമില്ല. അപ്പൊ ഓടാം. അതിന്റെ മുകളിലോട്ട് കയറിയപ്പോഴാ ഇറങ്ങുന്നു. രജേഷേ, ആ ഡെൻസ് ഫോറസ്റ്റിൽ കൂടെ ഒരു റിസ്ക് എടുത്ത് കുറച്ച് പോകാമെന്ന്. അപ്പം ബാക്ക് ഇതേപോലെ പോകണ്ട.